ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ സ്റ്റേജിലേക്ക് വന്ന് തൊട്ടടുത്ത് നിന്ന് ഒച്ചയും ബഹളവും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നം ചോദിക്കണം, എല്ലാവർക്കും ചോദിക്കണോ? അല്ല, ഞങ്ങൾ ഉസ്താദ് ചോദിച്ചാൽ ഒന്നാം ഉസ്താദ് സ്റ്റേജിൽ കയറി കൊട്ടയായിരുന്നു. ഉസ്താദിനോട് നിങ്ങളെ ചോദ്യം മൈക്കിലൂടെ നിങ്ങൾ ചോദിച്ചോളൂ, ഉത്തരം ഞാൻ പറയാം. ഉസ്താദിന്റെ ചോദ്യം എന്താ പറയുക? നീലവിടെ തെളിയിക്കേണ്ടത്, ആയത്തോതേണ്ടത് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവുമില്ലാതെ മുത്തലഖൻ ജിന്നാണോ ശിർക്കാണ് അള്ളാന്റെ ഖുർആൻ ആയത്തോതൻ നിങ്ങൾ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനസ്മുലയോട് ഫോം വിളിച്ച് ചോദിക്കണം. ഇനി അധികമൊന്നും സംസാരിക്കണം, 2-3 ചോദ്യം വന്നല്ലോ. ഈ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം. ആയത്തും അതനുസരിച്ച് അതിനുള്ള മറുപടി ചോദ്യങ്ങളും ഉണ്ടാവും. നിങ്ങളിപ്പോ ഉദ്ദേശിച്ച പോലെ തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ തന്നെയാണ് ഒന്നാമത്തെ ആയത്ത്. സ്വാഭാവികമായിട്ടും അത് വല്ലാത്തൊരു ചോദ്യമാണ്. അപ്പൊ അതിന് ഉത്തരം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും നാട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് ഫിർഔൻ സഖാഫിയാണ്. ഫിർഔൻ സഖാഫി എന്ന് പറഞ്ഞ ആളാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത്. അതിന് ആദ്യം മറുപടി പറഞ്ഞ മൗലവി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഏതാണ് ചോദ്യം? മൂസാ നബി കൊട്ടാരത്തിൽ ചെന്നിട്ട് പച്ച തൗഹീദ് പറഞ്ഞു. മൂസാ നബി പറയുന്ന തൗഹീദ് എന്താ പറയുക? പ്രാർത്ഥന റബ്ബിനോട്. കാരണം എന്താ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഖുർആനിൽ 20-ാം അധ്യായം 49-50 വചനം. ഫിറൗന്റെ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞ ഇതൊക്കെ ചെയ്യുന്ന പടച്ചോനാണ്. അതുകൊണ്ട് ദുആ പടച്ചോനോടാണ്. എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത എന്റെ റബ്ബിനോടാണ് ദുആ, എന്റെ റബ്ബിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഫിറൗന്റെ സദസ്സിൽ കുറെ ആളുണ്ട്. സദസ്സിനെ ഇളക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് എന്ത്? ബാപ്പയും നരകത്തിലാണോ എന്ന് ചോദിക്കുക. കോഴിമുട്ടയിൽ കളം വരച്ച് കുത്തിവരച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ ആ കോഴിമുട്ടയിൽ എങ്ങനെയാണ് ഷെറുണ്ടാവുക? ഒരു ഷെറുണ്ടാകണമെങ്കിൽ മറഞ്ഞ വഴിയിൽ അദൃശ്യ വഴിയിൽ അതിന് ഷെറ് വരുന്ന പേടിക്കണ്ടേ? അദൃശ്യ വഴിക്ക് ഷെറുണ്ടാക്കാൻ അല്ലാഹ്ക്കല്ലേ കഴിയുള്ളൂ. അപ്പൊ ഇതിന് ഷെറുണ്ടാവും പേടിച്ചതിന് ഷിർക്കായില്ലേ എന്ന് നമ്മളെല്ലാവരും KNM കാലത്ത് അന്ന് മർക്കസ് ചോദിച്ച ചോദ്യമാണ്. അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത്? ഇതോട് ചോദിക്കണ ഇത് ആദ്യം ചോദിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നിങ്ങൾ ഉസ്താദ് ഫിറൗൻ സഖാഫിയാണ്. ഫിറൗൻ സഖാഫി ഇത് ആദ്യം ചോദിച്ചപ്പോ മൂസാ നബി ചെയ്ത പണി എന്നറിയോ? ഓരോരുത്തരെ പേരെടുത്ത് ഇങ്ങനെ ഒലക്ക നരകത്തിലും സ്വർഗത്തിലും എന്നൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അതിനെ കുറിച്ച് എന്റെ റബ്ബിനറിയാം, അതൊരു കിതാബിലുണ്ട്, അല്ലാഹ് മറക്കുകയില്ല, അല്ലാഹ്ക്കത് വിട്ടുപോകുകയുമില്ല. അതാണ് അഭൗതികം എന്ന പദം കൊണ്ട് നാം ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്ത് പ്രയോഗിച്ചത്. അല്ലാതെ മറ്റു പലർത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ശിർക്കും തൗഹീദും വേർതിരിക്കുന്നിടത്തുള്ള അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിലാണ്. അത് 100 കൊല്ലത്തിലോളമായി നമ്മൾ എഴുതിയും പറഞ്ഞും പഠിപ്പിച്ച കാര്യമാണ്. വക്കം മൗലവിയുടെ ലേഖനങ്ങളിൽ പോലും നമുക്ക് ഈ പ്രയോഗം കാണാൻ പറ്റും. 1918 വക്കം അബ്ദുൽ ഖാദിർ മൗലവി എഴുതിയ ലേഖനത്തിൽ വരെ ഈ കാര്യകാരണ ബന്ധപ്രയോഗം വന്നിട്ടുണ്ട്. അപ്പൊ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം അത് പരസ്പരം ചോദിക്കാൻ അനുവദിക്കപ്പെട്ട സംഗതികൾ. അതിനപ്പുറമുള്ളതാണ് പ്രാർത്ഥന. അതിനപ്പുറം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ പൂർവികര് റബ്ബിന്റെ കിതാബ് കയറിയതാ. ഇതാ വിശുദ്ധ ഖുർആൻ. എവിടെയതുള്ളത്? 20-ാം അധ്യായം 51-52 വചനം വ്യക്തമാണ്. പൂർവികരെന്ത് നമ്മൾ നോക്കണ്ട. ഖുർആനിലും സുന്നത്തിലും വിളിക്കപ്പെട്ടാൽ അവരെന്താ പറയാറിയോ? ഞങ്ങളുടെ പിതാക്കന്മാര് ജീവിച്ചത് മതി ഞങ്ങൾക്ക്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ അറിയോ? അന്ന് KNM സ്റ്റേജിൽ നിന്ന് ഒന്നിച്ച് നമ്മളെ കൊടുത്ത മറുപടിയാണെന്ത്? ഈ കോഴിമുട്ടമെന്ന അല്ല ഷെറ്. കോഴിമുട്ടമെന്ന് അദൃശ്യ ഷെറൊന്നും ഉണ്ടാവില്ല. ഈ കോഴിമുട്ട വെറും കോഴിമുട്ട അല്ല. കാരണം സിദ്ധന്മാർ നിങ്ങൾ കടയിൽ നിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ടിട്ടോളൂ എന്ന് പറയില്ലല്ലോ. അത് പറയില്ലല്ലോ. നിങ്ങൾ കടയിൽ 4 മുട്ട വാങ്ങിയിട്ട് എവിടെയും കൊണ്ട് ഇട്ടാൽ മതി, നിങ്ങൾ സോക്കട് മാറും എന്ന് പറയോ? ഇല്ല.
അവര് വരച്ചെടുത്ത കോഴിമുട്ടനെ വേണം. അത് അവര് കളം വരക്കണം, അവര് പലതും എഴുതണം. എന്താ എഴുതുന്നത്? ഇത് ശൈത്താനുമായുള്ള കമ്മ്യൂണിക്കേഷനാണ്. ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾ എവിടെ എത്താന്നറിയോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, മജീദ് സലാഹിന്റെ അടുത്തോ അദ്രമൻ സൽഫിന്റെ അടുത്തോ ഒരു ജിന്നബാധ എടുത്ത് ഒരുത്തനെ കൊണ്ടുപോയാൽ അങ്ങനൊന്നും ഇല്ലാന്ന് ഒരു മടക്കിയേക്കും. നിങ്ങൾ നോക്കിക്കോ, ഒരു മടക്കിയേക്കും. ഈ സിദ്ധൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുഖിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, നിങ്ങൾ ഇതിന് എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല. ഇത്തരം ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾ ഒക്കെ ശൈത്താൻ ഏജന്റുമാരാ. പേരെന്തു പറഞ്ഞാലും അവരും ശൈത്താൻ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതാണ് കോഴിമുട്ടയിലെ കരിക്കിലൊക്കെ അവര് പലതും എഴുതുന്നത്. അത് എഴുതിയിട്ട് അവർ പറയും 4 കൂടി സ്ഥലത്ത് കൊണ്ടുപോയിടുക, അല്ലെങ്കിൽ 3 വഴികൾ സംഗമിക്കുന്ന ജംഗ്ഷനിൽ കൊണ്ടുപോയി ഇടുക, ആൾ താമസമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുക, അതേപോലെ ഉപയോഗമില്ലാത്ത കിണറ്റിൽ കൊണ്ട് നിക്ഷേപിക്കുക, വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയണത് പിശാചിന് ചില കേന്ദ്രങ്ങളാണ്. അതിലൂടെ ഇവൻ ശൈത്താന് ചില കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. അതുവഴി പിശാചിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഷെറുണ്ടാകുന്നത്. ഈ കോഴിമുട്ടമെന്നല്ല ഷെറ്. ഇത് ശിർക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, കുഫ്ർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ് വിളിച്ചു വാർത്തിക്കുന്ന വഴിയാണ് നിങ്ങൾ എഴുതുന്നത്. അതുവഴി ശിർക്കിന്റെ ആളായി ശൈത്താനെ ബോധ്യപ്പെടുത്തിയ നിന്റെ വഴിയിലേക്ക് ഇവൻ തയ്യാറാണ്, ഒരു ശിർക്ക് ചെയ്യാൻ റെഡിയായിട്ടുണ്ട് എന്ന വിവരം ശൈത്താനെ കൈമാറുന്നു. അതുവഴി പിശാചിന് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതോൻ ചെയ്തു കൊടുക്കുന്നു. എടോ, നിന്റെ ഉപ്പ പന്നൂരിലെ നിന്റെ ഉപ്പ നിനക്ക് പ്രിയങ്കരാണ്, എനിക്കറിയാം. പക്ഷെ എന്റെ ഉപ്പാക്ക് ഹിദായത്തുമില്ല, വിവരം കേടുവാണ്. അല്ല പറയട്ടോ, എന്നോട് ദേഷ്യം പിടിക്കരുത് കേട്ടോ. മൊയ്തീനെ, ബഷീറെ, പന്നൂരാരാ, അന്റെ ഉപ്പ ആരാണ്? അന്റെ ഉപ്പ വിവരം കെട്ടോനാണ്. അനക്ക് ഉപ്പ വലുതാണ്, എനിക്കറിയാം. പക്ഷെ ഉപ്പ വിവരം കെട്ടോനും ഹിദായത്ത് കിട്ടാത്തവനാണെങ്കിലും ആ വിവരക്കേടും ഹിദായത്തില്ലായ്മയുമാണോ നീ സ്വീകരിക്കുന്നത്? ഹിദായത്ത് കുടികൊള്ളുന്നത് ഖുർആനിലാണ്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാം സ്വർഗത്ത് നിന്ന് പുറത്തോട്ട് വരുമ്പോൾ എന്താ പറഞ്ഞ്? കുൽനഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്ന് കിട്ടിയാൽ ഒരു കാര്യം ഉറപ്പിച്ചോളി പന്നൂരാര്, അതെന്താ അറിയോ? റബ്ബിൽ നിന്ന് ഉറപ്പുള്ള മാർഗദർശനം സ്വീകരിച്ചാലല്ലാതെ ദുഃഖിക്കേണ്ടി വരും, ഭയപ്പെടേണ്ടി വരും. ഖുർആൻ 2-ാം അധ്യായം 38-ാമത്തെ വചനം. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ആദർശത്തിന് ഒരു കോട്ടം തട്ടുന്ന ഒരു വാദം നിങ്ങളിൽ നിന്ന് ഞാൻ നേരിട്ട് കേട്ടവനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ നിജസ്ഥിതി അറിയാനും വേണ്ടിയാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. ശരി, ഞാനിത് ഇവിടെ തന്നെ വായിക്കത്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരു മനുഷ്യൻ, ശബ്ദം കേൾക്കുന്നില്ല, ആ ശബ്ദം കേൾക്കുന്ന ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന ചോദ്യം അഭൗതികമായതോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് ചോദിക്കുന്നതല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ലെന്നാണ് ഇവിടെ എഴുതിയതും ഫൈസൽ മുസ്ലിയാർ വാദിച്ചത്. അതായത് ഒരു ശബ്ദം കേട്ടിട്ട് ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, എനിക്കൊരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ഥലത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ പെട്ടുപോയി. ഞാൻ അവിടെ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് ഞാൻ ചോദിക്കണേ എന്നെ ഒന്ന് രക്ഷിക്കാമോ, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ആ സഹായാർത്ഥന ഷിർക്കല്ലെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ചോദിച്ചത്. ഞാൻ ആ ചോദിച്ച ചോദ്യം ഷിർക്കാണോ എന്ന്. അപ്പോൾ താങ്കൾ വ്യക്തമല്ലാത്ത രീതിയിലാണ് പറയുന്നത് മറുപടി. ജിന്നിനോട് ചോദിക്കുന്ന ചോദ്യം ഷിർക്കാണോ? ഇനി ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നത്, ഷിർക്കല്ലാത്തതാണ്? ജിന്നിനോട് ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കാവുന്നത്, ഏത് ചോദ്യം ചോദിച്ചാലാണ് ഷിർക്കല്ലാണ്ടാവുന്നത്? ഒന്ന് വിശദീകരിക്കാവോ? അത് ശിർക്കല്ല, എന്നാൽ അത് ജിന്നിനോടാണ് എങ്കിൽ പറ്റൂല, അത് ഹറാമാണെന്നാണ് പറഞ്ഞത്. അല്ല, ഷിർക്കല്ലെന്നാണ് വാദം. അങ്ങനെ? അതെ, ഷിർക്കല്ലെന്നാണ് വാദം. ആ എഴുതിയ രൂപത്തിലാണെങ്കിൽ ശിർക്കല്ല, പക്ഷെ ആ ചോദ്യം ഹറാമാണ്. അല്ല, ഹറാമാണെന്ന് ഇതിലില്ല, ഷിർക്കല്ലെന്നാണ് പറഞ്ഞേക്കണത്. ഹറാമാണ് എന്ന് നമ്മളിപ്പോ ഇവിടുന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, അതുപോലെ. അപ്പൊ ജിന്നിനോട് ചോദിക്കുന്ന ഏത് ചോദ്യമാണ് ഷിർക്കാവുന്നതും ഷിർക്കല്ലാത്തതും പറയാം? നിങ്ങൾ ജബ്ബാർ മൗലവി എഴുതിയിട്ടുള്ള ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല, കുറച്ച് വായിച്ചിട്ടുള്ളൂ. ഹിമാലയം ഒന്നായി ഇളക്കി പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമഴ്ത്തി അടിക്കാൻ ജിബിൽ അലി സ്വലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അബൗദ്ധികമായോ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമോ ആണെന്ന് വരുന്നില്ല. ഇതിന് തർക്കമില്ലല്ലോ നമുക്ക്.
ഈ പറഞ്ഞ തർക്കമുണ്ടോ? ജിന്നിനോടുള്ള ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതും ശിർക്കല്ലാത്തതും? അതെ, അത്രയും പറഞ്ഞാൽ മതി. ഏതാണ് നിങ്ങൾ വായിച്ചത്? അതല്ല, നിങ്ങൾ ആദ്യം ചോദിച്ചതല്ല, നിങ്ങൾ ആദ്യത്തെ ചോദ്യം അതല്ല. ആദ്യത്തെ ചോദ്യം നിങ്ങൾ ജബ്ബാർ മോന്റെ ലേഖനം. ഇല്ല, ആദ്യത്തെ ചോദ്യം എന്റെ ചോദ്യം തന്നെ കൃത്യം. ഞാൻ ഒരു സ്ഥലത്ത് ആരും രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് പെട്ടുപോയി. ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ജബ്ബാർ മോന്റെ എഴുതിയാണല്ലോ. ചോദിക്കാൻ അനുവദിക്കൂ. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി 3 അവസരം ഇനി എന്റെ സംസാരം കേൾക്കും. ഓക്കെ. രാത്രിയുടെ ഇരുൾ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുന്നിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ? ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്നെ ഈ കുടുക്ക് രക്ഷപ്പെടുത്തണം, എനിക്കൊരു വെളിച്ചം ആവശ്യപ്പെട്ടാൽ അത് അബൗദികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികട കഴിവിൽപ്പെടാത്തത് തേടുകയല്ല. ഞാൻ ചോദിക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് ജബ്ബാർ മൂലി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ആ ചോദ്യം അബൗദികമായ ചോദ്യമല്ല. അത് അബൗദികമായ ചോദ്യമാണെന്ന് KNM എപ്പോഴാണ് പറയാൻ തുടങ്ങിയത്? 2005, 6, 11 ശേഷമാണ് KNM ഈ ചോദ്യം അബൗദികമായത്. ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കും, നിങ്ങളുടെ വാദം ശിർക്കാണെന്നാണല്ലോ, അല്ലേ? ഇത് ശിർക്കാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫാത്തിലും അഫ്ആലുമാണ് പങ്കു ചേർക്കുമ്പോൾ ശിർക്കുന്നത്. ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർക്കുന്നത്? ചോദ്യം വളരെ ക്ലിയർ ആണ്. നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ജബ്ബാർ മൗലവി പറഞ്ഞു ശിർക്കല്ല. ശിർക്കാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ അള്ളാഹുവിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം. ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിൻ്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്ആലാണോ പങ്കു ചേർത്തിട്ടുള്ളത്? അത് മാത്രം പറഞ്ഞാൽ മതി. അള്ളാഹു സൃഷ്ടാവാണ്, ഗായിബാണ്. ജിന്ന് സൃഷ്ടിയാണ്, ഗായിബാണ്, അദൃശ്യമായ രീതിയിലൂടെയാണ്. അപ്പൊ അള്ളാഹുവിന്റെ പറയട്ടെ, ഞാൻ പറഞ്ഞു. ഈ 2 പ്രതീക്ഷകളും നമ്മൾ ഗായിബായ രീതിയിൽ, അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അദൃശ്യമായ രീതിയിലൂടെയുള്ള സഹായത്തിലോട്ടല്ലേ ഇത് പങ്കുചേർക്കൽ? കാരണം ജിന്നിന്റെ സഹായം. അപ്പൊ അള്ളാഹുവിന്റെ പങ്കുചേർത്തതിന് അള്ളാഹുവിന്റെ ഗായിബ് എന്നുള്ളതാണ്. അല്ല, പങ്കുചേർക്കലല്ലേ. കാരണം ഞാൻ ചോദിക്കണതല്ല, അള്ളാഹുവിന്റെ ഏതിലാണ് പങ്കു ചേർത്തിട്ടുള്ളതാണ്? അള്ളാഹിന്റെ ഗായിബ് എന്നുള്ളതിനാണോ? ഞാൻ പറഞ്ഞോട്ടെ, ജിന്നിന്റെ ഒരു പ്രവർത്തനവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന് മൗലവിയും പറഞ്ഞു തരുന്നു. എങ്കിൽ ജിന്നിനോടുള്ള ഏത് കാര്യമാണ്, ഏത് സഹായാർത്ഥനയാണ് ശിർക്കാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടിയും പറയുന്നില്ല. കാരണം ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ശിർക്കല്ലെന്ന് എഴുതിയിട്ടുണ്ട്. സഹോദരൻ, ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ പറഞ്ഞത് ശിർക്കാണ്. ഒരു കാര്യം ഇപ്പൊ കള്ളുടിക്കൽ ശിർക്കാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, എങ്ങനെ ശിർക്കാകുക? ഇത് ശിർക്കാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ദാത്തിലാണോ അഫ്ആലാണോ സിഫാത്തിലാണോ പങ്കു ചേർക്കുന്നത് നിങ്ങൾ പറയണം. അപ്പോഴല്ലേ നിങ്ങൾ ശിർക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു അള്ളാഹു ഗായിബാണ്, ജിന്ന് ഗായിബ്. അപ്പൊ എന്റെ ചോദ്യം, അള്ളാഹു ഗായിബായത് പോലെയാണോ ജിന്ന് ഗായിബ്? അതെങ്കിൽ നിങ്ങൾ ശിർക്കിലാണ്. ഒരു വാചോടി കേട്ടോളി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചോടി കേട്ടോളി. സൂറത്ത് ലുക്മാനിലാണ്. സൂറത്ത് ലുക്മാനിലെ അള്ളാഹ് പറയുന്ന കാര്യം എന്താ അറിയോ? അത് നമ്മൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അതായത് വൈദാ ഖീല ലഹും തുബിയു മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിയു മാ വജദ്നാ അലൈഹി ആബാഅനാ അവലൗ കാന ശൈത്വാനു യദ്ഊഹും ഇലാ അദാബിസ് സഗീർ. 31-ാമത്തെയും 21-ാമത്തെ വചനത്തിന് എന്താ ഉള്ളത്? അള്ളാഹു ഇറക്കിയതിനെ പിന്തുടരൂ എന്നവരോട് പറയപ്പെട്ടാൽ, നോക്കണം, ഖുർആനിലേക്ക് വരൂ, സുന്നത്തിലേക്ക് വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയില്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ട വഴിയെ ഞങ്ങൾ പിന്തുടരും. നോക്കൂ, ഞാൻ ചോദിക്കാൻ, മുജാഹിദുകൾ ഒരിക്കലും ഇങ്ങനെ പറയില്ല. മുജാഹിദുകളിൽപ്പെട്ട ഒരാളും ഇങ്ങനെ പറയില്ല. ഒരുപാട് ആള് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. ഒരൊക്കെ പറയല് ഞങ്ങളുടെ വാപ്പാര്, ഞങ്ങളുടെ ഉമ്മാര്, ഞങ്ങളുടെ വാപ്പ എന്നാ കണ്ട്. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ഇവർ തെളിവാക്കുന്ന വിഷയം എന്താണ്? ഒരു വാറോലയായ ഹദീസ് എന്നാണ്. ഒരു വാറോലയായ ഹദീസ്. ഒരിക്കലും പറയാൻ പാടില്ല ഈ ഹദീസിനെ കുറിച്ച് വാറോലാണ്. ഹദീസ് ലഈഫാണെന്ന് കരുതിയിട്ട് നമുക്ക് വായിൽ തോന്നിയ ഹുക്മ ഹദീസിന് പറയരുത്. ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഓരോ ഹദീസിനെ സംബന്ധിച്ചും എങ്ങനെ പരാമർശിക്കണമെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് വാറോലയല്ല. വാറോല എന്ന് പറയണമെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തീർത്തും കെട്ടിച്ചമച്ച ഹദീസുകൾക്ക് വാറോല എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് ലഈഫ് ആണ് എന്ന് നമുക്ക് പറയാൻ പാടുള്ളൂ.
ഹദീസിനെ സ്വഹീഹായി കണ്ട ആളുകളുണ്ട്, അന്നും കണ്ടവരുണ്ട്, ഇന്നും ഈ ഹദീസിനെ സ്വഹീഹാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സലഫി പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരെ ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താന്ന് പറഞ്ഞുകൊണ്ട് അവരാരും പുറത്താക്കുന്നൊന്നുമില്ല. കാരണം എന്താണ്? കേരളത്തിലെ ആളുകളുടെ അവസ്ഥയല്ല അവിടെ ഉള്ളത്. അവിടെയുള്ള നേതാക്കന്മാർക്കും അവിടെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കൊക്കെ വിവരമുണ്ട് എന്നതുകൊണ്ടാണത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വാറോല എന്ന് പറയുന്ന തള്ളുന്നത് ഹദീസ് നിദാന ശാസ്ത്രത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും മോശമായ ഒരു സമീപനമാണ്. ഹദീസ് വാറോലയല്ല, വാറോല എന്ന് പറയണമെങ്കിൽ ഒരു നിലക്കും അടിസ്ഥാനമില്ലാത്ത ഹദീസുകൾക്ക് വാറോല എന്ന് പറയാവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, KP നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തെ നയിച്ച വലിയൊരു പണ്ഡിതനാണ് KP, വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായി ഈ ഹദീസിന്റെ ദുർബലത വിവരിക്കുമ്പോ അവിടെ കൃത്യമായി എഴുതി വെച്ചത് കാണാൻ കഴിയും. ഇത് വാറോലയാണ്, വാറോലയായ ഹദീസാണ്. ഇതിനെ വാറോല എന്ന് പറഞ്ഞുകൂടാന്നാ പറയുന്നത്. ഞങ്ങളുടെ ഒപ്പം നല്ല മനുഷ്യനായിരുന്നു, 5 പേര് നിസ്കരിച്ചു എന്നുള്ളതുകൊണ്ട് ദീനാവൂലെന്നേ. അബൂജഹൽ നിസ്കരിച്ചിരുന്നില്ലേ, ഒരു നോമ്പ് വെട്ടിരുന്നില്ലേ, ഒരു ഹജ്ജ് ചെയ്തിരുന്നില്ലേ? ഇത് പറയുമ്പോൾ നിങ്ങൾ ചിരിക്കും, അവർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന തന്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി. നേർച്ച ഉണ്ടായിരുന്നു, പക്ഷെ അത് ശൈഖന്മാർക്കായിരുന്നു. ഓരോഹരി ശൈഖന്മാർക്കും ഓരോഹരി അള്ളാഹ്ക്കും. നിങ്ങൾ ചെയ്യുന്ന അതേ പണി. കുറ്റിപ്പുറം ഒരു കോമരത്തിന്റെ അടുത്ത് പോയിട്ട് ഈ കോമരത്തിന് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്ത സംഭവമുണ്ട്. ഈ വിസിറ്റംകാരൻ കൊണ്ടേ കൊടുത്തുക. എന്നിട്ട് വിസിറ്റംകാരത്തിന് എന്നെ കള്ളും കുപ്പി കൈ പിടിക്കാനുള്ള മടി കൊണ്ട് ഒരു ആശാരിനെ ആരോ കൂട്ടി. എന്നിട്ട് ഈ കോമരത്തിന്റെ അടുത്ത് പോയിട്ട് കള്ളും കോഴിയും കൊണ്ടേ കൊടുത്തിട്ട് ഈ കോഴിനെ അവിടെ വെച്ച് ബലിയർത്തിട്ടാ ചികിത്സിച്ചത്. അതാണ് വിസിറ്റത്തിന്റെ പാരമ്പര്യം. സൂറത്ത് അന്നാം എടുത്തു നോക്ക്. വെറുതെ ഇന്നിരുന്നിട്ട് സൂറത്ത് അന്നാമ വായിച്ച നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ശരിയിലാണോ അല്ല നിങ്ങൾ ശരികേടിലാണോ. പക്ഷെ നിങ്ങൾ ഖുർആൻ വായിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് അത് അറിയില്ല. നിങ്ങളുടെ ഉസ്താദുമാർ പോലും മര്യാദയ്ക്ക് ഇരുന്ന് ഖുർആൻ ഓതലില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പ് ചിലപ്പോൾ ഖുർആൻ പിടിക്കുന്നുണ്ടാവും. ഹഖത്തിലാവത്ത് ഖുർആൻ ഓതേണ്ട മുറപ്രകാരം സത്യാന്വേഷണ ത്വരയോടെ ഖുർആൻ വായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ വായിച്ചവരൊക്കെ നന്നായി, അങ്ങനെ വായിച്ചവരൊക്കെ വിജയിച്ചു. അതുകൊണ്ട് എന്ത് വേണം? ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞോ അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചെയ്യേണ്ട ഒരു നീതി ഉണ്ടായിരുന്നു. നിങ്ങളെ ലേഖനം മുഴുവനായിട്ടെങ്കിലും ഒന്ന് വായിക്കണം. ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റ ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമേത്തി അടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയുമെന്നും അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.